ഹരേ കൃഷ്ണ. എല്ലാവർക്കും മാധവത്തിലേക്ക് സ്വാഗതം. അങ്ങനെ യുധിഷ്ഠിരൻ്റെ രാജസൂയ യജ്ഞം സമാപിച്ചു. ആ രാജസൂയ യജ്ഞവേളയിലാണ്, അതിൻ്റെ സമാപന വേളയിലാണ് ഭഗവാൻ ശിശുപാലനെ വധിച്ചത്. അതിനുശേഷം ഭഗവാൻ സാൽവൻ എന്ന് പറഞ്ഞ ഒരു ശിശുപാലൻ്റെ ബന്ധു, സുഹൃത്ത്, അങ്ങനെയുള്ള ഒരു രാജാവിനെ കൂടി വധിച്ചിട്ടുണ്ട്. അതിനുശേഷം ഭഗവാൻ വീണ്ടും മറ്റൊരു വധം കൂടി നടത്തി. അതാണ് ദന്തവക്ത്രൻ. ദന്തവക്ത്രനും ഭഗവാനോട് യുദ്ധം ചെയ്യാനായിട്ട് വരികയാണ്. അതായത് ശിശുപാലനെ വധിച്ച വിവരം അറിഞ്ഞിട്ട് വളരെ ദേഷ്യത്തോടു കൂടി യുദ്ധം ചെയ്യാനായി വന്ന ആ ദന്താവക്ത്രനെയും ഭഗവാൻ വധിക്കുന്നുണ്ട്. അതോടുകൂടി വൈകുണ്ഠ ഗോപുര കാവൽക്കാരനായി നിന്നിരുന്ന ജയവിജയന്മാർ സനകാദി മുനികളുടെ ശാപമനുസരിച്ചിട്ട് 3 ജന്മങ്ങളിൽ അസുരന്മാരായി പിറന്നു കഴിഞ്ഞു. അവരെ ആ 3 ജന്മങ്ങളിലും ഭഗവാൻ വധിച്ചു. ഹിരണ്യകശിപുവായും ഹിരണ്യാക്ഷനായും അവർ ജനിച്ചു. ഭഗവാൻ വധിച്ചു. രാവണനായിട്ടും കുംഭകർണനായിട്ടും ജനിച്ചു. അവരെയും ഭഗവാൻ വധിച്ചു. അവസാനം ദ്വാപരയുഗത്തിൽ ശിശുപാലനായും ദന്താവക്ത്രനായും അവർ ജനിച്ചു. അവരെയും ഭഗവാൻ വധിച്ചു. അങ്ങനെ 3ാമത്തെ ജന്മത്തോടു കൂടി പുനർജന്മം ഇല്ലാതെ അവർ വിഷ്ണുപദം പ്രാപിച്ചു. അതിൻ്റെ ലക്ഷണങ്ങളാണ് അവരുടെ മരണവേളയിൽ അവരിൽ നിന്നും ദിവ്യപ്രഭ ഉണ്ടായതും അത് ഭഗവാന്റെ തൃപ്പാദങ്ങളിൽ വന്ന് വിലയം പ്രാപിച്ചതും. അങ്ങനെ മംഗളകരമായി ഈ കാര്യങ്ങളൊക്കെ കഴിഞ്ഞതിനു ശേഷം ഹസ്തിനാപുരിയിൽ ചില സംഭവ വികാസങ്ങൾ ഉണ്ടായി. ദുര്യോധനനും സംഘാംഗങ്ങളുമൊക്കെ ധർമ്മപുത്രരുടെ ഐശ്വര്യവും മറ്റു രാജാക്കന്മാർ ധർമ്മപുത്രരെ ബഹുമാനിക്കുന്നതും കൃഷ്ണൻ്റെ സൗഹൃദവും എല്ലാം കണ്ട് അസൂയ മൂത്ത് ഇരിക്കുകയാണ്. അവരുടെ ഉള്ളിൽ അസൂയ ഇങ്ങനെ തിളച്ചു മറിഞ്ഞുകൊണ്ടിരിക്കുന്നു. അത് കാലക്രമേണ ഒരു വലിയ വൈരാഗ്യമായി തീരുകയും ചെയ്തു. എങ്ങനെയെങ്കിലും രാജ്യം പിടിച്ചടക്കി അവരെ നാട്ടിൽ നിന്നും ഓടിക്കണം എന്ന് മാത്രമായി ദുര്യോധനൻ്റെയും കൂട്ടുകാരുടെയും ചിന്ത. എന്താണ് അതിനുള്ള മാർഗം എന്ന് ദുര്യോധനൻ കപടനും ചതിയനുമായ അമ്മാവൻ, ആരാണ്? ശകുനി, ഗാന്ധാരിയുടെ സഹോദരൻ ദുര്യോധനൻ്റെ അമ്മാവൻ, ആ ശകുനിയുമായി ആലോചിച്ചു. ശകുനിയുടെ നിർദ്ദേശപ്രകാരം പാണ്ഡവരെ ചൂതുകളിക്ക് ക്ഷണിക്കുകയും ചൂതിൽ ശകുനി ചതി പ്രയോഗിച്ച് യുധിഷ്ഠിരനെ തോൽപ്പിക്കുകയും ചെയ്തു. അതിൻ്റെ ഫലമായി രാജ്യം മുഴുവനും യുധിഷ്ഠിരന് നഷ്ടപ്പെടുന്നു. അതുമാത്രമല്ല, രാജ്യം തീർന്നതിനു ശേഷം സഹോദരന്മാരെ പണയം വെച്ചു കളിച്ചു. ആ കളിയിലും തോറ്റു. അങ്ങനെ സഹോദരന്മാർ ദുര്യോധനൻ്റെയും സംഘാംഗങ്ങളുടെയും അടിമകളായി മാറി. അതിനുശേഷം ദ്രൗപദിയെ കൂടി പണയം വെക്കേണ്ടുന്ന അവസ്ഥ വന്നു. ആ കളിയിലും തോറ്റു. അങ്ങനെ എല്ലാവരും തന്നെ ദുര്യോധനൻ്റെ അടിമകളായി തീർന്നു. 12 വർഷത്തെ വനവാസവും 1 വർഷത്തെ അജ്ഞാതവാസവും കഴിഞ്ഞ് തിരിച്ചു വരുമ്പോൾ പാണ്ഡവർക്ക് അവരുടെ രാജ്യം വിട്ടുകൊടുക്കാം എന്നായിരുന്നു ദുര്യോധനൻ്റെ കരാറ്. രാജസൂയ സഭാതലത്തിൽ സ്ഥലജലഭ്രമം മൂലം
തങ്ങൾക്കു പറ്റിയ അമളി കണ്ടു ചിരിച്ച പാഞ്ചാലിയോടുള്ള വൈരാഗ്യം തീർക്കുവാനും പാണ്ഡുപുത്രന്മാരെ നാണം കെടുത്തുവാനും വേണ്ടി നിറഞ്ഞ രാജസഭാ അങ്കണത്തിൽ വെച്ച് ദ്രൗപദിയെ പരസ്യമായി വസ്ത്രാക്ഷേപം ചെയ്ത് അപമാനിക്കുവാൻ ദുര്യോധനൻ കൽപ്പിച്ചു. അതനുസരിച്ച് രജസ്വലയായിരുന്ന ദ്രൗപദിയുടെ തലമുടി കുത്തിപ്പിടിച്ചു വലിച്ചിഴച്ച് സദസ്സിൽ കൊണ്ടുവന്ന് അവളുടെ വസ്ത്രങ്ങൾ അനുജനായ ദുശാസനൻ അഴിക്കുവാൻ തുടങ്ങി. ആ ദുഷ്ടന്റെ ഇത്തരത്തിലുള്ള പ്രവർത്തികളിൽ നിന്നും തന്നെ രക്ഷിക്കണമെന്ന് പാഞ്ചാലി എല്ലാവരോടും പൊട്ടിക്കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു. പക്ഷേ ആരും ചെവിക്കൊണ്ടില്ല. ഭീഷ്മരും ധൃതരാഷ്ട്രരും ദ്രോണരും എല്ലാവരും തന്നെ ആ സദസ്സിലുണ്ടായിരുന്നു. അവരെല്ലാം തലകുനിച്ചിരുന്നു. പാണ്ഡവർ തൻ്റെ 5 ഭർത്താക്കന്മാർ അവരും തലകുനിച്ചു. രജസ്വലയായി ഒറ്റമുണ്ടുടുത്തു നിന്ന ദ്രൗപദിയുടെ വസ്ത്രത്തിൽ ദുഷ്ടനായ കാട്ടാളനായ ദുശാസനൻ കടന്നു പിടിച്ച് ആ ഉടുപുടവ അഴിക്കുവാൻ തുടങ്ങി. എല്ലാവരെയും നോക്കി ദ്രൗപദി എല്ലാവരോടും കരഞ്ഞുകൊണ്ട് അപേക്ഷിച്ചു, രക്ഷിക്കണമേ എന്ന്. ആരും ചെവിക്കൊണ്ടില്ല. ഭീമസേനൻ തലകുനിച്ചിരുന്നു, കൈകൾ തിരുമ്മി. പക്ഷേ അടിമയായിപ്പോയി. ജ്യേഷ്ഠൻ പണയം വെച്ചിരിക്കുന്നു. എന്തു ചെയ്യാൻ കഴിയും? ദ്രൗപദിക്ക് മനസ്സിലായി, ഇവിടെ ഇരിക്കുന്ന ആരും തന്നെ രക്ഷിക്കുകയില്ല എന്ന്. ദ്രൗപദി കരുണാവാരിധിയായ ശ്രീകൃഷ്ണ ഭഗവാനെ തന്നെ വിളിച്ച് കരയുവാൻ തുടങ്ങി. കൃഷ്ണ, ആപദ് ബാന്ധവ, കാരുണ്യരത്നാകരമേ, കൃഷ്ണ കൃപാവാരിധി, ദീനജനവത്സല, കൃഷ്ണ നീയും എന്നെ കൈവെടിഞ്ഞു. ഭഗവാനെ, അങ്ങിത് കാണുന്നില്ലേ? നിന്റെ പാദദാസിയായ എന്നെ ഈ വിധം നീ കൈവെടിഞ്ഞുവോ ഭഗവാനെ? എൻ്റെ ഭർത്താക്കന്മാരെ അടിമകളാക്കി ഇരുത്തിക്കൊണ്ട് എന്നോട് കാണിക്കുന്ന ഈ ക്രൂര വിനോദത്തിന് ഭഗവാനെ നീ ഒരാൾ മാത്രമാണ് സാക്ഷി. പ്രാണദായക കൃഷ്ണ, എന്നെ കൊല്ലാക്കൊല ചെയ്യുവാൻ അനുവദിക്കാതെ എൻ്റെ പ്രാണനെ അവിടുന്ന് എടുക്കണമേ. കൃഷ്ണ മുകുന്ദ മുരാരേ, ദുഷ്ടനായ ദുശാസനൻ എൻ്റെ വസ്ത്രങ്ങൾ അഴിച്ചുകൊണ്ടേയിരിക്കുന്നു. ഞാനിതാ പൂർണ്ണ നഗ്നയാകാൻ പോകുന്നു. ബഹുജനമധ്യേ ഒരു സ്ത്രീയെ പരിപൂർണ നഗ്നയാക്കി നിർത്തി അപമാനിക്കുവാൻ അങ്ങും കൂട്ടുനിൽക്കുകയാണോ? ഭഗവാനെ കൃഷ്ണ, ഇങ്ങനെ ഉച്ചത്തിൽ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ദ്രൗപദി ശ്രീകൃഷ്ണ പരമാത്മാവിനെ വിളിക്കുകയാണ്. ഈ സമയം സർവീശ്വരനായ ഭഗവാൻ ദ്വാരകയിൽ രുക്മിണിയുടെ മണിമഞ്ചത്തിൽ പള്ളിക്കുറുപ്പ് കൊള്ളുന്ന അവസരമായിരുന്നു. ഒറ്റ വിളിക്ക് ഭഗവാൻ ഞെട്ടി ഉണർന്നു. ഭക്തവാത്സല്യത്താൽ രോമാഞ്ചമണിഞ്ഞ മുക്തിപ്രദന്റെ ഹസ്തങ്ങൾ രണ്ടും മേൽപോട്ടുയർന്നു. ആകാശത്തിൽ വെൺമേഘ ശകലങ്ങൾ പോലെ വസ്ത്രങ്ങൾ പറന്നകന്ന് പാർശ്വതിയുടെ അരയിൽ ചെന്ന് ചുറ്റിത്തുടങ്ങി. വസ്ത്രങ്ങൾ അഴിച്ചഴിച്ച് ദുശാസനന്റെ കൈകൾ കുഴഞ്ഞു. പിന്നെയും പിന്നെയും പാഞ്ചാലിയുടെ അരയിൽ ചേലകൾ വന്നു ചുറ്റുന്നത് കണ്ട് അവൻ ചഞ്ചലചിത്തനായി അതിൽ നിന്നും പിന്മാറി. ഹരേ കൃഷ്ണ, എന്തൊരു ഭക്തവാത്സല്യമായിരുന്നു ഭഗവാൻ അപ്പോൾ പ്രകാശിപ്പിച്ചത്. ഹരേ കൃഷ്ണ, ഭക്തവത്സലനായ ഭഗവാൻ ഈ ഒരൊറ്റ കാര്യം, അതായത്
ദ്രൗപദിയുടെ വസ്ത്രാക്ഷേപം എന്ന ഒരൊറ്റ കാരണം കൊണ്ടാണ് കുരുക്ഷേത്ര യുദ്ധമുണ്ടാകുന്നത്. ആ സ്ത്രീയുടെ കണ്ണുനീരാണ് കുരുവംശം നശിപ്പിച്ചത്. പഠിക്കണം നമ്മൾ ഈ കഥ. രജസ്വലയായിരുന്നു ദ്രൗപദി. രജസ്വല എന്ന് വെച്ചാൽ എന്താണ്? ആർത്തവ ശരീരത്തോടു കൂടിയവളായിരുന്നു. ആ സമയത്ത് ഭഗവാൻ ദ്രൗപദിയെ രക്ഷിച്ചു. ആരെയാണ് ദ്രൗപദി വിളിച്ചത്? സർവേശ്വരനെയാണ്. രജസ്വലയായിരുന്ന ദ്രൗപദിയെ സഹായിക്കാനെത്തിയത് സർവേശ്വരനാണ്. ഞാൻ വീണ്ടും വീണ്ടും പറയുന്നു. ഇന്നത്തെ പല മുറി ജ്യോത്സ്യന്മാരും അതുപോലെ തന്നെ വലിയ കേമന്മാരാണ് എന്ന് നടിക്കുന്ന പലരും തന്നെ നമ്മളോട് പറഞ്ഞു തരുന്ന കാര്യമുണ്ട്. എന്താണ്? ആർത്തവ സമയങ്ങളിൽ ഈശ്വരനെ പ്രാർത്ഥിക്കരുത്, ഈശ്വര നാമം ഉച്ചരിക്കരുത് എന്ന്. സർവേശ്വരൻ അശുദ്ധിയുണ്ടോ? മഹാഭാഗവതത്തിലെ ഈ ഭാഗം നമുക്ക് എന്താണ് പഠിപ്പിച്ചു തരുന്നത്? സർവേശ്വരൻ അശുദ്ധിയില്ല. രജസ്വലയായിരുന്ന ദ്രൗപദിയെ സംരക്ഷിക്കുന്നതിന് വേണ്ടി ഭഗവാൻ ഉടുവസ്ത്രം നൽകി. പഠിക്കുക നമ്മൾ രജസ്വലയായിരുന്നാലും നമുക്ക് വ്രതങ്ങൾ അനുഷ്ഠിച്ച് ഭഗവാനെ പ്രാർത്ഥിക്കാം, തെറ്റില്ല. ഭഗവാന് അശുദ്ധിയില്ല, പ്രാർത്ഥനയ്ക്ക് അശുദ്ധിയില്ല. വലിയ തന്ത്രങ്ങളും മന്ത്രങ്ങളും പൂജകളും ഒക്കെ ചെയ്യുമ്പോഴാണ് ചില ശുദ്ധാശുദ്ധങ്ങൾ പാലിക്കേണ്ടത്. അല്ലാതെ വീട്ടിലിരുന്ന് നാമം ജപിക്കുന്നതിന് എന്ത് അശുദ്ധിയാണുള്ളത്? വ്രതം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നാമജപമാണ്. അതല്ലാതെ അവിടെ നമ്മൾ പൂജയൊന്നും ചെയ്യുന്നില്ല. നമ്മൾ ക്ഷേത്രത്തിൽ പോകാതിരുന്നാൽ മതി, വീട്ടിൽ പൂജാമുറിയിൽ കയറാതിരുന്നാൽ മതി. നമ്മുടെ മുറിയിലിരുന്ന് നമുക്ക് നാമം ജപിക്കാം. വ്രതം അനുസരിച്ചിട്ടുള്ള ഭക്ഷണ പദാർത്ഥങ്ങൾ നമുക്ക് കഴിക്കാം. ഒരു തെറ്റുമില്ല. ഈ കാര്യങ്ങളൊക്കെ നിങ്ങൾ മനസ്സിലാക്കുക. ഒരു സ്ത്രീയുടെ കണ്ണുനീർ നമ്മുടെ കുടുംബത്തിൽ വീണാൽ കുടുംബം നശിക്കും എന്നുള്ളതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇവിടെ സംഭവിച്ചത്. അന്നം കൊണ്ട്, ഭയം കൊണ്ട് ഭീഷ്മരും വിതുരരും ഒന്നും തന്നെ ദ്രോണരും മിണ്ടിയില്ല. കാരണം എന്താണ്? ദുര്യോധനൻ്റെ അന്നമാണ് കഴിക്കുന്നത്. അവരെതിർത്തില്ല. ഇന്നും നമ്മുടെ സമൂഹത്തിൽ നടക്കുന്ന കാര്യമാണ് അല്ലേ? നമ്മളൊരു പ്രസ്ഥാനത്തിൽ വിശ്വസിക്കുന്നു. ആ പ്രസ്ഥാനത്തിൻ്റെ തണലിൽ നമ്മൾ നിൽക്കുമ്പോൾ പല അനീതികളും അവിടെ കാണും, പക്ഷേ മിണ്ടില്ല. കാരണം എന്താണ്? നമ്മുടെ നിലനിൽപ്പിനെ അത് ബാധിച്ചാലോ എന്ന് കരുതി നമ്മൾ മിണ്ടില്ല. അതിനെയെല്ലാം കുടപിടിച്ചു കൊടുക്കും. അവസാനം എന്താണ് സംഭവിക്കാൻ പോകുന്നത്? സർവനാശമാണ് സംഭവിക്കാൻ പോകുന്നത്. ഇതൊക്കെ നമ്മൾ മനസ്സിലാക്കുക. നമ്മൾ ഹിന്ദുമത വിശ്വാസികൾ ഭഗവത്ഗീതയും ഭാഗവതവും രാമായണവും മഹാഭാരതവും ഒക്കെ പഠിച്ചു കഴിഞ്ഞാൽ ഒരിക്കലും വഴി തെറ്റിപ്പോകില്ല. നമ്മളെ ആരും വഴി തെറ്റിക്കുകയുമില്ല. തെറ്റായ അന്ധവിശ്വാസങ്ങളിലേക്ക് നമ്മൾ പോകില്ല. നമ്മളെ ഈ അന്ധവിശ്വാസത്തിലേക്ക് തള്ളിവിടുന്നത് ആരാണ്? ഇതിൻ്റെ ഇടയ്ക്ക് നിൽക്കുന്ന ചില ആളുകൾ. അവർക്ക് ഈ കഥകളൊന്നും അറിയില്ല. അവർക്കിതിനെപ്പറ്റി യാതൊരു ബോധ്യവുമില്ല. അവരുടെ നേട്ടങ്ങൾക്ക് വേണ്ടി അവർ ചില നിയമങ്ങളും നിയമാവലികളുമൊക്കെ ഉണ്ടാക്കി മനുഷ്യനെ ഈശ്വരനിൽ നിന്നും അകറ്റിക്കൊണ്ടിരിക്കുകയായിരുന്നു ഇത്രയും കാലം. ഇപ്പോൾ മനുഷ്യർക്ക് ബുദ്ധി വെച്ചു. അവർ പുസ്തകങ്ങൾ വായിക്കാൻ തുടങ്ങി. ഭാഗവതവും രാമായണവും മഹാഭാരതവുമെല്ലാം ഭഗവത്ഗീതയുമെല്ലാം അവർ പഠിക്കാൻ തുടങ്ങി. അപ്പോൾ അവർക്ക് കാര്യങ്ങൾ മനസ്സിലായി, ആരാരെയാണ് വഴിതെറ്റിച്ചുകൊണ്ടിരുന്നതെന്ന്. ഇന്ന് നമ്മൾ വിശ്വാസികളായി തീർന്നു. നിങ്ങളെല്ലാവരും തന്നെ വിശ്വാസികളായിരിക്കണം, അന്ധവിശ്വാസികളാകരുത്. സർവേശ്വരനായ ഭഗവാന് യാതൊരു ശുദ്ധാശുദ്ധങ്ങളുമില്ല.
ഈശ്വരൻ എപ്പോഴും പറയുന്നത് ഭക്തൻ്റെ സ്നേഹം എനിക്കത് മാത്രം മതി എന്നാണ്. മനസ്സു നൊന്ത് സർവേശ്വരനെ വിളിച്ച് പ്രാർത്ഥിച്ചാൽ തീർച്ചയായും ഭഗവാൻ നമ്മുടെ അടുത്തേക്ക് ഓടി വരും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവും വേണ്ട. പക്ഷേ ഈശ്വരനെ സ്നേഹിക്കണം. ഭഗവാൻ ഒന്നും വേണ്ട, നിങ്ങളുടെ സമ്പത്തും പണവും ഒന്നും വേണ്ട. പക്ഷേ ഒരു കാര്യം മാത്രം ഭഗവാൻ ആവശ്യമാണ്. അതാണ് നമ്മൾ കൊടുക്കാത്തതും. നമ്മൾ കൊണ്ടുവന്ന് എത്ര രൂപ വേണമെങ്കിലും ഭണ്ഡാരത്തിൽ കൊണ്ടുവന്നിടും നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി. എത്ര രൂപ മുടക്കിയും വഴിപാടുകൾ നടത്തും, അതും നമ്മുടെ കാര്യസാധ്യത്തിന് വേണ്ടി. പക്ഷേ മനസ്സു നിറഞ്ഞ് ഈശ്വരനെ സ്നേഹിക്കുവാൻ അത് നമുക്ക് സാധ്യമല്ല. കാരണം നമ്മുടെ സ്നേഹം പലർക്കും പകുത്തു കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ എവിടെയാണ് ഭഗവാനെ സ്നേഹിക്കാൻ നമുക്ക് സമയം? പക്ഷേ ഈശ്വരൻ അതാണ് വേണ്ടത്. സർവേശ്വരന് വേണ്ടത് ഭക്തകളുടെ സ്നേഹമാണ്. അങ്ങനെ ഒന്നും പ്രതീക്ഷിക്കാതെ സ്നേഹിച്ച ഭക്തകളാണ് ആര്? ഗോപികമാർ. അതുകൊണ്ടാണ് പുണ്യവതികളായ ഭക്തകളെ എന്ന് ഗോപസ്ത്രീകളെ വിളിച്ചത്. നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടോ? നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും വിധത്തിലുള്ള തെറ്റിദ്ധാരണകളുണ്ടെങ്കിൽ ആ തെറ്റിദ്ധാരണകളൊക്കെ മാറ്റി സർവേശ്വരനെ ഒന്നും ആഗ്രഹിക്കാതെ നിഷ്കാമമായി സ്നേഹിക്കുക. ഒന്നും പ്രതീക്ഷിക്കണ്ട. നിങ്ങൾ പ്രതീക്ഷിക്കുന്നതിലും അപ്പുറമായിരിക്കും ഈശ്വരൻ നിങ്ങൾക്ക് നൽകുന്നത്. സ്നേഹിക്കുക. സ്നേഹം അതുമാത്രം മതി ഈശ്വരന്. നിങ്ങൾക്കങ്ങനെ സ്നേഹിക്കാൻ സാധിക്കുമോ? എത്ര പേർക്ക് സ്നേഹിക്കാൻ സാധിക്കും? നിങ്ങൾ കമൻ്റ് ഇടൂ. നാമം ജപിച്ചുകൊണ്ടേയിരിക്കുക. ഭഗവാനെ സ്നേഹിക്കുക. ഭഗവാന്റെ അനുഗ്രഹം നിങ്ങൾക്കെല്ലാവർക്കും ഉണ്ടാകട്ടെ. ഹരേ കൃഷ്ണ.